ഇങ്ങനെ നോക്കി ചിരിക്കുകയും ചെയ്യാനായിട്ട് അപൂർവ ജീവികളൊന്നുമല്ല ആരും. അപ്പോൾ അത് തമാശ, നമ്മൾ പറയുന്ന കുഞ്ഞു കുഞ്ഞു തമാശകൾ അനാരോഗ്യപരമായിട്ടുള്ള ഒരു തലമുറയെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പൊ അത് എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന സമയം മുതൽ, എനിക്ക് ഓർമ്മ വെച്ച നാള് മുതൽ എൻ്റെ നിറത്തിനെയും എൻ്റെ വണ്ണത്തിനെയും അത്ഭുതത്തോടു കൂടിയും കളിയാക്കിയും ചിരിച്ചും എന്താണ് കഴിക്കുന്നതെന്ന് ചോദിച്ചും ഒക്കെ ഒരുപാട് പേര് തമാശകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും ആസ്വദിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. എന്നെ ചുറ്റുമുള്ളവർ ചിരിക്കുമ്പോഴും ഞാൻ ചിരിച്ചു കാണിക്കുമ്പോഴും ഉള്ളിൽ ഞാൻ ചിരിച്ചിട്ടില്ല. എനിക്കത് നോക്കി ചിരിക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഞാൻ എന്തോ കുറഞ്ഞ ഒരു വസ്തുവാണ് എന്നുള്ള ഒരു ചിന്താഗതി എന്നിലേക്ക് അന്ന് മുതലേ ഇഞ്ചക്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ഈ ഇഞ്ചക്ഷൻ എനിക്ക് മാത്രമല്ല ബിൻചേട്ടൻ ഫേസ് ചെയ്തിട്ടുണ്ടാവും. അത് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. മേ ബി ചിലപ്പോൾ നിങ്ങൾക്ക് അതുണ്ടാവും. നിങ്ങളുടെ ചുറ്റുമുള്ളവർ അത്രയും മാനസികമായി ആരോഗ്യമുള്ളവരായിരുന്നിരിക്കണം. എനിക്ക് ചുറ്റുമുള്ള ആളുകൾ, ഞാനത് അത്രയും വേദനിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ പോലെയുള്ള ഒരു സമൂഹം എനിക്ക് മുൻപിലുണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ട്. എത്ര പേര് എനിക്കത് കുഴപ്പമില്ല എന്ന് പറയുമ്പോഴും, നമ്മളൊരു തമാശ പറയുമ്പോൾ പലപ്പോഴും അവന്റെ ഫോട്ടോ ഫ്രെയിം ചെയ്യാൻ പറ്റില്ല. പല്ല് പൊങ്ങിയ ഒരാളുടെ തമാശയാണ്, ഫ്രെയിം ചെയ്യാൻ പറ്റില്ല. ഒരു കൂട്ടുകാരനെ ഇരുത്തിക്കൊണ്ട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ചില്ല് പൊട്ടിപ്പോകുന്ന പറയുമ്പോൾ ആ പയ്യന് വരുന്ന ചിരിക്കുന്നുണ്ട്, പക്ഷെ അവന് യഥാർത്ഥത്തിൽ ചിരിക്കുകയാണോ എന്ന് എനിക്കറിയില്ല. അത്രയും പേരുടെ മുമ്പിൽ വെച്ചിട്ട് അങ്ങനെ പറയും. ചിലപ്പോൾ എൻ്റെ ഒരു മാനസികമായ അനാരോഗ്യമായിരിക്കും എന്നെ കൊണ്ട് അങ്ങനെ ചിന്തിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ അത്തരം കോമഡികൾ പറയുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള ഇത്തരം സഹജീവികളെ കൂടി പരിഗണിക്കണം എന്നുള്ളതാണ്. അല്ലാതെ ഇതൊരു ഭയങ്കര ബോഡി ഷെയ്മിങ് എന്നുള്ളതല്ല ആക്ച്വലി. അതുകൊണ്ട് വേദനിക്കുന്ന ഒരു 10 പേരെങ്കിലും ഉണ്ടാവും. നാളെ നമ്മൾ ഇതിങ്ങനെ ഇഞ്ചക്ട് ചെയ്ത് വിടുന്നത്, ഇപ്പൊ എന്റെ മകൻ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ എപ്പോഴും, അവൻ അതിനെക്കുറിച്ച് ഒട്ടും കോൺഷ്യസ് അല്ല, അത് ദൈവത്തിന്റെ ഭാഗ്യം. അപ്പോൾ ഞാൻ എപ്പോഴും എനിക്ക് പേടി, ഞാൻ ഫേസ് ചെയ്തതെല്ലാം എന്റെ കുഞ്ഞ് ഫേസ് ചെയ്യേണ്ടി വരുമോ, ഇത്ര അപകടം പിടിച്ചൊരു സമൂഹത്തിലേക്കാണല്ലോ അവൻ പോയി പോകുന്നത് എന്നുള്ളൊരു ആവലാതി എനിക്കുണ്ട്. ഇനിയുള്ള തലമുറയെങ്കിലും നിറത്തിന്റെ പേരിലും വണ്ണത്തിന്റെ പേരിലും അവരുടെ ബോഡിയുടെ ശരീരഭാഗങ്ങളുടെ പേരിൽ നാണം കെടാതെ ജീവിക്കണം, കോൺഫിഡന്റ് ആയിട്ട് ജീവിക്കണം എന്ന ആഗ്രഹമുള്ള ഒരു കലാകാരിയാണ് ഞാൻ. ആ ഒരു എന്താ പറയാ, ഉത്തരവാദിത്വം നമ്മൾ കലാകാരന്മാര് എവിടെ ചെന്ന് നിൽക്കുമ്പോഴും കാണിക്കണം എന്ന് എനിക്ക് ശക്തമായിട്ടുള്ള അഭിപ്രായമുണ്ട്. അത് ചിലപ്പോൾ ആ ഒരു തമാശക്കാണെങ്കിൽ കൂടി ആ തമാശ അവിടെ പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ അത് പറയാതിരിക്കുക എന്നുള്ളതാണ് അത്തരം ആളുകളോട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മാന്യത. ഇത് ഞാനൊരു രക്തസാക്ഷി ആയിക്കൊണ്ട് തന്നെ ഞാൻ ഇതിനെ കുറിച്ച് പറയുന്നത്. ഞാൻ ഇത് ഒരുപാട് അനുഭവിച്ചിട്ടുള്ള ഒരാളായതുകൊണ്ട് എനിക്ക് ഇത്തരം കോമഡികൾ എന്തുകൊണ്ടോ ആസ്വദിക്കാനേ പറ്റാറില്ല. ഇപ്പൊ അത് കുഴപ്പമില്ല, ബിനിച്ചേട്ടന് അത് കുഴപ്പമില്ല, മഞ്ജു പത്രോസിന് അത് കുഴപ്പമില്ല എന്നല്ല ചിന്തിക്കേണ്ടത്. മഞ്ജു പത്രോസിനെയും ബിനിച്ചേട്ടനെ പോലെയും ഈ പറയുന്ന ബിനു അടിമാലിയെ പോലെയുള്ള 100 പേര് നമുക്ക് അപ്പുറമുണ്ട്. എന്നെ പറയുമ്പോൾ അവർക്കാണ് അത് വേദനിക്കുന്നത് എന്നുള്ളൊരു ബോധം നമ്മൾ കലാകാരന്മാർക്കും റൈറ്റേഴ്സിനും ഉണ്ടാവണം എന്ന് ശക്തമായിട്ടുള്ള ഒരു അഭിപ്രായം എനിക്കുണ്ട്. വെരി സോറി, ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞത്. അത്തരം കുഞ്ഞു കുഞ്ഞു തമാശകൾ നമുക്ക് വേണ്ടാന്ന് വെക്കാം. ഇത് പണ്ടത്തെ സിനിമകളിൽ അങ്ങനെ എന്തും പറയായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അന്ന് എന്തും പറഞ്ഞതിന്റെ ബാധ്യതയാണ് ഇന്ന് നമ്മളിവിടെ അനുഭവിക്കുന്നത്. അന്ന് എന്തും പറയാവുന്ന സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇന്നത്തെ ആളുകൾ ഇത്രയും അപകർഷതാബോധത്തിലേക്ക് ഇറങ്ങിപ്പോയതെന്നാണ് എനിക്ക് തോന്നുന്നത്. അന്നേ ഇത് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇന്നത്തെ തലമുറ ഇത്രയും അപകർഷതാബോധം ഉള്ളൊരു, എല്ലാവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, 10 പേരുണ്ടെങ്കിൽ 7 പേർക്കും ഉണ്ട്. അത് തുറന്നു പറയാത്തതാണ്. തുറന്നു പറയാത്തവർക്ക് വിഷമായതുകൊണ്ട്, അല്ലാതെ നാണക്കേടായിട്ടോ ഒന്നുമല്ല. ഇങ്ങോട്ടും എനിക്ക് അതുപോലെ കളർ കുറഞ്ഞ ഒരുപാട് സമൂഹം ഉണ്ട്. നിങ്ങൾ അത് പറയാതെ വേറെ എന്തെല്ലാം കാര്യങ്ങൾക്ക് തമാശ ഉണ്ടാക്കാം. ഇതിനെയാണ് ചോദ്യം ചെയ്യുന്നത്.